ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണ്. ഈ ഒരു സഹോദരി പറയുന്നത് ഇവർക്ക് ഹസ്ബൻഡ് എന്നും സ്ഥിരമായിട്ട് കച്ചവടമാണ്. കച്ചവടം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ 11 മണി, രാത്രി 11 മണി വരെയാകും. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ഫാമിലിയാണ്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വരുമ്പോഴേക്ക് കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇവരെ ഹസ്ബൻഡിനെ കാത്തി നിന്ന് പലപ്പോഴും ഉറക്കച്ചവടോട് കൂടിയിട്ടാണ് ഹസ്ബൻഡ് വരുമ്പോൾ ഭക്ഷണം വരെ എടുത്തു കൊടുക്കൽ. ചിലപ്പോൾ ദേഷ്യം കൊണ്ട് എടുത്തു കൊടുക്കാത്ത സാഹചര്യമുണ്ട്. കുട്ടികളും തന്നെ രാത്രി ഇടയ്ക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തീരെ ഉറങ്ങാൻ കഴിയാതെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം വിഷമം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ ആകുമ്പോൾ എന്താണ് ഹസ്ബൻഡിന് പോകാനും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള സാഹചര്യങ്ങളാണ്, ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിൽ. അപ്പോഴും ഭർത്താവ് വീട്ടൊന്നും അടുത്തിടപഴകാനോ സംസാരിക്കാനോ സാധിക്കുന്നില്ല. പിന്നെ ഭർത്താവ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരികയും ഭക്ഷണം കഴിച്ചാൽ ഉടനെ പോവുകയും ചെയ്യും. നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന് പരസ്പരം സ്നേഹവും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവണമെന്നുണ്ടെങ്കിൽ സംസാരവും സമയവും ഒന്നിച്ചൊക്കെ ചിലവഴിക്കേണ്ടേ. അങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങളതിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് ഉൾക്കൊള്ളൊന്നുമില്ല. വളരെയധികം പ്രയാസമുണ്ട്. ഇതിന് എന്താണ് ഒരു പരിഹാരം? ഭർത്താവ് നേരത്തെ വീട്ടിലേക്ക് എത്തണം. ഇതിന്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുമ്പ് നമ്മൾ കൈകാര്യം ചെയ്ത ഒരു ചോദ്യം ഉണ്ടല്ലോ, അതൊന്ന് ഭംഗിയായി വായിച്ചാൽ മതി. അതായത് 20 വർഷത്തിൽ എനിക്ക് കിട്ടിയത് വെറും 3.25 വർഷമാണെന്ന് പറഞ്ഞല്ലോ. ആ സ്ഥാനത്ത് എന്നും 11 മണിക്ക് ഇവരെ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അതായത് ഇപ്പോൾ നമുക്ക് നൈറ്റിലാണ് ഡ്യൂട്ടി എങ്കിൽ നമ്മൾ പകൽ ഉറങ്ങും എന്ന പോലെ ഒരു സമയക്രമീകരണത്തിൻ്റെ പ്രശ്നം ഇതുള്ളൂ. മനസ്സിലായില്ലേ? ഇവരിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഇവർക്ക് വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഒന്ന് ഉറങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലുഹറിന് മുമ്പ് സമയത്ത് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ എന്ത് ചെയ്യാണ്, ആ സമയത്ത് ഉറങ്ങുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർ ചിന്തിക്കുമ്പോൾ സാധാരണ പിന്നെ ഉദ്യോഗസ്ഥനായ ഒരു ഭർത്താവിനെ ആവട്ടെ, അയാളിപ്പോൾ 9 മണിക്ക് വീട്ടിലെത്തിയെന്ന് വിചാരിക്കാം. ഏതൊരു സ്ത്രീയും, ഇപ്പോൾ ഇതൊരു പുരുഷനെ പറ്റിയ പരാതിയാണെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് സ്ത്രീകളെ കുറിച്ച് ഭർത്താക്കന്മാർക്ക് പറയാനുള്ളത്, ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഇവളെ പാത്രം കഴുകലും ഒക്കെ അടുക്കളയിൽ നിന്ന് അവളൊന്ന് വെത്തണമെങ്കിൽ 11 മണിയാവും. തിരിച്ചങ്ങോട്ട് 11 മണി വരെ ഭാര്യയെ കാത്തിരിക്കുന്ന എത്രയോ ഭർത്താക്കന്മാർ ഉണ്ട്. അപ്പൊ അവരത് ഉൾക്കൊള്ളാണ്. എന്തുകൊണ്ട്? അടുക്കളയിലെ പണി അവൾ ചെയ്യല്ലേ, ആവട്ടെ. അതേപോലെ നമുക്ക് വേണ്ടി അധ്വാനിക്കല്ലേ, അതാവട്ടെ എന്ന് ചിന്തിക്കണം. അപ്പൊ ഈ ഉറക്ക സമയത്തെ മറ്റൊരു സമയത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ഉണ്ടാകുന്ന സമയത്ത് പരമാവധി സമയം അത് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇനി അതല്ല, കടയിൽ ആരെങ്കിലും ഏൽപ്പിച്ച് അല്ലെങ്കിൽ നേരത്തെ കടയടച്ച് അദ്ദേഹത്തിന് പോരാൻ പറ്റുകയാണെങ്കിൽ സഹോദരി ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞത് കച്ചവടം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രൂപത്തിലാണ് പോകുന്നത്. ഒരല്പം നേരത്തെ ഇറങ്ങിയാൽ അതുകൊണ്ട് കച്ചവടത്തിന് പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാനത് എത്ര പറഞ്ഞാലും ഹസ്ബൻഡ് കേൾക്കുന്നില്ല എന്നുള്ള രൂപത്തിൽ. അപ്പോൾ അത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ പൊതുവേ എന്താ വെച്ചാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുഴുവൻ സിസ്റ്റങ്ങളെയും മാറ്റാൻ ഭാര്യമാരുടെ അഡ്വൈസ് കൊണ്ട് പറ്റും. ഭാര്യമാരുടെ എല്ലാ സിസ്റ്റങ്ങളും ഭർത്താവ് പറഞ്ഞാലും മാറും. അതിന് പറ്റാവുന്ന ഒരു ബന്ധം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയത്തിനനുസരിച്ച് നമ്മുടെ സമയം ക്രമീകരിച്ച് പരമാവധി കിട്ടുന്ന സമയത്തെ എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കലായിരിക്കും നന്നായിരിക്കുക. ഇൻഷാ അല്ലാഹ്.